വെൽക്കം ടു യുഡൻ കറൻസ്. ഇന്ന് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആദ്യത്തെ T20 മാച്ചാണ്. ഡക്കറ്റ്സും സാൾട്ടുമാണ് ഇറങ്ങുന്നത്. ആദ്യത്തെ ബോൾ അറിയുന്ന ഹർഷ്ദീപ് സിംഗ് ആണ്. അതാ ആദ്യത്തെ ബോളിൽ തന്നെ ബെൻ ഡക്കറ്റ്സ് ഔട്ടായിരിക്കുന്നു. ക്യാച്ച് വരുന്നു. അതാ ക്യാച്ച് പിടിച്ചിരിക്കുന്നു. ഗൈസ് ക്യാച്ച് പിടിച്ചത് നമ്മുടെ പൊന്നോമന പുത്രൻ സഞ്ജു സാംസനാണ്. പിന്നെ ജോസ് ബട്ട്ലർ വന്നു. ആശാനൊന്നും നോക്കുന്നില്ല. ആശ തലങ്ങും വിലങ്ങും ഇട്ട് അടിയാണ്. ലെഗ് സൈഡ്, ഓഫ് സൈഡ്, ബാക്ക് സൈഡ് എന്ന് വേണ്ട. ഇനി സൈഡ് ഏതൊക്കെയുണ്ടോ അവിടെ അങ്ങോട്ട് എല്ലാം അടിയാണ്. അണ്ണം കലിപ്പിലാണ്. പക്ഷേ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഒരു മനുഷ്യനില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഹർഷ്ദീപ് സിംഗിനെ വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ അതാ പോകുന്നു. അതാ നമ്മുടെ ക്യാച്ച് എടുക്കാൻ ഓടി വരുന്നത് നമ്മുടെ റിങ്കു സിംഗ്. അതാ വീണ്ടും രണ്ടാമത്തെ വിക്കറ്റും പോയിരിക്കുന്നു ഗൈസ്. പക്ഷേ ബട്ട്ലർ അടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ബട്ട്ലർ അടിച്ചുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ആരുമില്ല ഗൈസ്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മൈലും കൈവച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ വരുൺ ചക്രവർത്തി വരുന്നു. വീണ്ടും രണ്ട് വിക്കറ്റുകൾ സമ്മാനിച്ച് വരുൺ ചക്രവർത്തി വേണ്ട ഒരു ബ്രേക്ക് ത്രൂ എടുക്കുന്നു. അപ്പോഴത്തേക്കും ബട്ട്ലർ ഹാഫ് സെഞ്ചുറി കഴിഞ്ഞിട്ടുണ്ട്. ഹാഫ് സെഞ്ചുറി കഴിഞ്ഞിട്ട് അണ്ണൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിന് ഒരു മനുഷ്യനില്ല. വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ്റെ കയ്യിലേക്ക് അത് സഞ്ജു സാംസന്റെ ഒരു മനോഹര സ്റ്റംപിങ്ങും അങ്ങനെ വിക്കറ്റുകൾ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ കയ്യിലേക്ക് ഇട്ടുകയാണ്. നിതീഷ് റെഡ്ഡിയുടെ ഒരു സൂപ്പർ ക്യാച്ച് അതിൻ്റെ ഇടയ്ക്ക് വരുന്നു. അങ്ങനെ മൊത്തം 132 റൺസിന് ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ്. 133 റൺസാണ് ജയിക്കാൻ ആദ്യം ഇറങ്ങുന്നത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയാണ്. അതാ നമ്മുടെ ആർച്ചർ വരുന്നു. ആദ്യത്തെ ഓവർ ഭയങ്കര കട്ടിയായിട്ടാണ് അറിയുന്നത്. ഒരു ഓവറിൽ നിന്ന് ഒരു റണ്ണാണ് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാ ഇതും മാറ്റി സഞ്ജു സാംസൺ രണ്ടാമത്തെ ഓവറിൽ ഒരു പന്ത് ഒഴിച്ച് ബാക്കി എല്ലാം ബൗണ്ടറി കടത്തിയിരിക്കുകയാണ്. 4ഉം 6ഉം ബട്ട്ലർ എങ്ങനെ അടിച്ചോ അതേ നാണയത്തിലാണ് തിരിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ. തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ എടുക്കാത്തതിൻ്റെ കലിപ്പുകളൊന്നും തീരണില്ലല്ലോ എന്ന് പറഞ്ഞാണ് അടി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുവശത്താണെങ്കിലോ അഭിഷേക് ശർമ്മയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് സഞ്ജു സാംസനെ നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വന്നു. അങ്ങനെ ആദ്യത്തെ ബോളിൽ തന്നെ ഗോൾഡൻ ഡക്കായിട്ട് അദ്ദേഹം മടങ്ങുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ അതിനെ ഒന്നും തോൽപ്പിക്കാൻ അഭിഷേക് ശർമ്മേനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കൈസ് പുള്ളി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ ആർച്ചറല്ല, ആര് വന്നാലും എനിക്കൊരു പുല്ലുമില്ല എന്ന് പറഞ്ഞാണ് അഭിഷേക് ശർമ്മ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടിന് നമ്മുടെ തിലക് വർമ്മയാണ് തലങ്ങും വിലങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കർ വേണ്ട, ഷോട്ട് വേണ്ട, എന്ന് വേണ്ട, ഏത് ബോൾ എറിഞ്ഞാലും പന്ത് ബൗണ്ടറി കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 20 പന്തിൽ ചെറുക്കൻ ഹാഫ് സെഞ്ചുറി നേടിയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഔട്ടായെങ്കിലും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും കൂടി വളരെ അനായാസം ഇന്ത്യനെ വിജയത്തിൽ എത്തിച്ചിരിക്കുകയാണ്.